ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഓൾറെഡി നമ്മൾ മന്ത് കഴിഞ്ഞ വീക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം പ്രൈസ് എനിക്കൊന്ന് ഇതിലും താഴെ നിന്ന് വെച്ചാൽ പ്രൈസ് ഒന്നും കൂടി ബുള്ളിഷ് ആയിട്ടുണ്ട്. തിരിച്ചൊന്ന് വന്നിട്ടുണ്ട്. പ്രൈസ് നല്ല രീതിയിൽ ബിയർഷിലേക്ക് വന്നു, തിരിച്ചൊന്ന് ബുള്ളിഷായി, വീണ്ടും പ്രൈസ് താഴേക്ക് വന്നു. കഴിഞ്ഞ തേസ്റ്റേയൊക്കെ സംബന്ധിച്ച് പ്രൈസ് നല്ല രീതിയിൽ താഴേക്ക് വന്നായിരുന്നു. നമ്മൾ വിചാരിച്ചതിലേക്കാളും പ്രൈസ് താഴേക്ക് വന്നു. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ മാസം ഇപ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കണം. നമുക്ക് ഇനിയും ദിവസങ്ങളുണ്ട്. നമുക്ക് വീക്കിൻ്റെ നോക്കാം. വീക്കിൻ്റെ നോക്കിക്കഴിയുമ്പോൾ ഓൾറെഡി നല്ലൊരു സൈനപ്പാണ് പ്രൈസ് തന്നിരിക്കുന്നത്. വീക്ക് ഓൾറെഡി പ്രൈസ് ഇങ്ങോട്ടൊന്നും അധികം കയറാനുള്ള സാധ്യതയൊന്നും ഇല്ല എന്നാണ് നമുക്ക് തരുന്നത്. നല്ലൊരു IFC ക്യാൻഡിൽ തന്നു. നെക്സ്റ്റ് ക്യാൻഡിൽ ബോഡി ബ്രേക്ക് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ ഇങ്ങോട്ട് വന്ന് ടച്ച് ചെയ്ത് വീണ്ടും ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണുന്നുണ്ടോ? ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്തായാലും പ്രൈസ് വന്നു ഇങ്ങോട്ട് മിറ്റിഗേറ്റ് ചെയ്ത ശേഷം വന്ന് ബ്രേക്ക് ചെയ്യാൻ സാധ്യത. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ വീണ്ടും പ്രൈസ് ബിയറിഷ് ആകാം, അല്ലെങ്കിൽ ഒരു റേഞ്ചിൽ നിൽക്കാം കേട്ടോ. പ്രൈസ് ബിയറിഷിലേക്ക് പോകുമ്പോഴും ഒറ്റയടിക്ക് പ്രൈസ് പോകുമെന്ന് ഞാൻ പറയുന്നില്ല. റേഞ്ചിൽ പോകാം. ചിലപ്പോൾ 2 ദിവസം പ്രൈസ് ബുള്ളിഷിലേക്ക് വന്നിട്ട് ചിലപ്പോൾ 3 ദിവസം പ്രൈസ് ബിയറിഷിലേക്ക് പോകാം. ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രൈസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡെയിലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഓൾറെഡി ഒരു IFC ക്യാൻഡിൽ ഡെയിലി ഇവിടെ ഈ IFC ക്യാൻഡിൽ മിറ്റിഗേഷൻ നടന്നില്ല അല്ലേ. മിറ്റിഗേഷൻ നടക്കാതെ പ്രൈസ് ഇങ്ങോട്ട് മേളിലേക്ക് വന്നിട്ടുണ്ട്. ഇത് പറയാൻ പറ്റില്ല എത്രത്തോളം വരുമെന്ന്. വീണ്ടും നമ്മളിവിടെ ഒരു ക്യാൻഡിൽ കാണുന്നില്ല. ചിലപ്പോൾ ഇതൊരു വിക്ക് വരെയൊക്കെ വരാം. 410 കുറച്ച് കയറി വന്നിട്ട് വീണ്ടും പ്രൈസ് ഇറങ്ങാം. ഞാൻ പറഞ്ഞില്ലേ ഇനി വീണ്ടും ഒരു റേഞ്ച് ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു മൂവ്മെൻ്റാണ് നമ്മൾ ഇവിടെ കാണുന്ന മൂവ്മെൻറ്റ്. അപ്പോൾ ഈ മൂവ്മെൻറ്റിൽ എങ്ങനെയാണോ പ്രൈസ് മൂവ് ചെയ്തത് അതേപോലെ തന്നെ പ്രൈസ് ഇവിടെയും മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സെയിം പാറ്റേൺ ആയിരിക്കും അവിടെ വരുന്നത്. നമുക്ക് 4 ഹവറിൽ വരുമ്പോൾ നമ്മൾ 4 ഹവറിൻ്റെ 1 ഹവറിൻ്റെ ഒരു ഓർഡർ ഫ്ലോയിൽ നിന്ന് പ്രൈസ് എടുത്തായിരുന്നു. നമ്മൾ എൻട്രി എടുത്തു. ആദ്യം ഒരു എൻട്രി എടുത്തു, പ്രോഫിറ്റ് എടുത്തു. നമ്മൾ സെല്ല് നോക്കി, അതും പ്രോഫിറ്റ് കിട്ടി. എഗെയിൻ ബൈ നോക്കി, അത് പ്രോഫിറ്റ് കിട്ടി. അത് നമ്മൾ ഹോൾഡ് ചെയ്തു. ഈ എൻട്രിയും നമ്മൾ ഹോൾഡ് ചെയ്തു. ഈ സെല്ല് മാത്രമേ നമ്മൾ അവിടെ വെച്ച് ക്ലോസ് ചെയ്തുള്ളൂ. ഈ സെല്ല് പക്ഷേ നമ്മൾ വിചാരിച്ചത് ഈ ഒരു ഓർഡർ ഫ്ലോ വരെ പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പ്രൈസ് അവിടം വരെയൊന്നും പോയില്ല. അതിന് മുമ്പ് തന്നെ പ്രൈസ് ഇറങ്ങി വന്നു. അതെന്തുകൊണ്ടെന്നാണ് പല ആൾക്കാരും ചോദിച്ചു. പല ആൾക്കാരും എനിക്കൊന്നാണ് നമ്മളത്രയും 450 പിപ്പ് 500 പിപ്പ് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു നിസ്സാരം എനിക്ക് തോന്നുന്നു ഒരു 10-25 250 പിപ്പും കൂടി, അത് തന്നെ ഒരു 20 പിപ്പും കൂടി മൂവ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുതെന്ന് ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ട്രേഡായിട്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസിനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രൈവറ്റ് വീഡിയോ ആയിട്ടാണ് ചെയ്തത്, പബ്ലിക് വീഡിയോ അല്ല. അതിൽ ഞാൻ എങ്ങനെ ട്രേഡ് മാനേജ് ചെയ്യാമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. പബ്ലിക് ചാനൽ ചെയ്യുന്ന ആൾക്കാർ അതിൽ നോക്കിയാൽ കിട്ടൂല. നമ്മളുടെ പേഴ്സണലായിട്ടാണ് നമ്മൾ ചെയ്തത്. നമ്മുടെ എൻട്രി സെറ്റപ്പും കാര്യങ്ങളെല്ലാം കൂടിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിൽ മൾട്ടിപ്പിൾ ട്രേഡാണ് നമ്മൾ ചെയ്തിരിക്കുന്ന, മൾട്ടിപ്പിൾ ടാർഗറ്റാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല പ്രോഫിറ്റ് ഇറങ്ങി. ഇപ്പോൾ എൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, $2,000 കണ്ട ട്രേഡ് വന്ന് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ അടിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ ഏകദേശം ഒരു 4-5 അക്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ പല അക്കൗണ്ടിലും നമുക്ക് നല്ല പ്രോഫിറ്റ്, നമുക്ക് ഷോ ചെയ്യാത്ത പല അക്കൗണ്ടിലും നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൾട്ടിപ്പിൾ ടാർഗറ്റായിട്ടാണ് സെറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്നെ സംബന്ധിച്ച് നല്ല പ്രോഫിറ്റ്. ഈ സെല്ല് എനിക്ക് കിട്ടിയില്ല, ഞാൻ നോക്കാനും പറ്റില്ല. ഞാൻ ഓൾറെഡി ട്രാവലിങ്ങിലായിരുന്നു. ട്രാവലിംഗ് ആണെങ്കിൽ ഞാൻ പിന്നെ നോക്കില്ല. എനിക്ക് തോന്നുന്നു മൺഡേ തന്നെ എനിക്ക് നല്ല മൂവ്മെൻറ്റുകൾ കിട്ടിയതുകൊണ്ട്, മൺഡേ ട്യൂസ്ഡേ തന്നെ നല്ല മൂവ്മെൻറ്റ് കിട്ടി. ഓൾറെഡി നല്ല പ്രോഫിറ്റിലുമായിരുന്നു. പിന്നെ അത് ഹോൾഡ് ചെയ്ത് ടാർഗറ്റ് അടിക്കണമെങ്കിൽ ഞാൻ നല്ല പ്രോഫിറ്റ് കിട്ടിയായിരുന്നു. എനിക്ക് തോന്നുന്നു വലിയ പ്രോഫിറ്റാണ് എൻ്റെ റിയൽ അക്കൗണ്ടിൽ എടുക്കുന്നത്. നമ്മുടെ ഫണ്ടഡ് അക്കൗണ്ടിൽ എടുക്കുന്ന പ്രോഫിറ്റല്ല റിയൽ അക്കൗണ്ടിൽ എടുക്കുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് ആണ്. നിങ്ങളൊക്കെ എക്സ്പീരിയൻസ് അതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണോ അതനുസരിച്ച് വേണം നിങ്ങൾ ടാർഗറ്റുകൾ സെറ്റ് ചെയ്യാനായിട്ടോ. അല്ലാതെ ഒരാളുടെ ടാർഗറ്റ് വലിയ ഒരു പ്രോഫിറ്റ് കണ്ടു, അയാൾ വലിയ റിസ്ക് എടുക്കുന്നത് കണ്ട് നമ്മൾ എടുത്ത് ചാടുക. അത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസാണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് അല്ല. ഇപ്പം എന്നെക്കാളും കൂടുതൽ വെക്കുന്ന ടാർഗറ്റുകൾ, ഇപ്പം ഞാൻ ലെംബോറിൻ്റെ കോഴ്സ് പണ്ടെടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ പാറ്റേൺ ട്രേഡാണ്, നമുക്ക് പറ്റാമല്ലോ. പക്ഷേ അദ്ദേഹം വെക്കുന്ന റിസ്ക്കുകളെന്നൊക്കെ പറഞ്ഞാൽ എടുക്കുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ $25,000, $30,000, $40,000, $100,000 പ്രോഫിറ്റ് എടുക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല. എന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു റിസ്ക് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഗറിനെ പോലെ പേടിയാണ് അത്ര റിസ്ക് എടുക്കുക. അത്രയും വലിയ അക്കൗണ്ട് ആണെങ്കിൽ പോലും, അദ്ദേഹത്തിൻ്റെ സെയിം അക്കൗണ്ട് 1 മില്യൺ അക്കൗണ്ടാണ്, പക്ഷേ അതേപോലത്തെ അക്കൗണ്ട് ആണെങ്കിൽ പോലും നടക്കില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന റിസ്ക് എടുക്കുക. എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു പ്രീവിയസ് ഒരു 6 മന്ത് നോക്കിയാൽ നമ്മളെ സംബന്ധിച്ച് ടോട്ടൽ പ്രോഫിറ്റ് ഒരു മന്ത് 10K അബവ് പ്രോഫിറ്റ് ഉണ്ട്. എന്നെ സംബന്ധിച്ച് വലിയ പ്രോഫിറ്റാണ്. ഒരു $200 പ്രോഫിറ്റ് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, മനസ്സിലായി. ഒരു $500 പ്രോഫിറ്റ് കിട്ടണതിൻ്റെ, ഒരു മന്ത് പ്രോഫിറ്റ് കിട്ടണതിൻ്റെ
PNL ഷെയർ ചെയ്ത് കാണിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടാകുന്നു ട്രേഡ് ചെയ്യുന്ന സമയത്ത്. ഇന്ന് എന്നെ സംബന്ധിച്ച് ഒരു പെർ ട്രേഡിൽ $500 പ്രോഫിറ്റ് കാണിക്കാൻ പറ്റും. പക്ഷേ ഇന്ന് ഇതിൽ നമ്മൾ നിൽക്കുന്നില്ല, നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ച് പോകുന്നവർ നമുക്ക് നല്ല പ്രോഫിറ്റ് കാണിക്കാൻ പറ്റും, എടുക്കാൻ പറ്റും. നമുക്കത് പലതും ഷോ ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ കൂടുതലും ഷോ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോ ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കുന്നതുകൊണ്ട് മറ്റുള്ള ഒരാൾക്ക് അത് ഗുണം ചെയ്യുകയും അതൊക്കെ മനസ്സിലാകുകയും അദ്ദേഹത്തിന് എടുക്കാൻ പറ്റുകയും ചെയ്യണമെങ്കിൽ എടുക്കുക, അത്രയേ ഉള്ളൂ. റിസ്ക് എടുക്കുമ്പോൾ നല്ലോണം പഠിച്ചിട്ട് വേണം റിസ്ക് എടുക്കാൻ. അപ്പോൾ നമുക്ക് 1 ഹവറിൽ ഓൾറെഡി പ്രൈസ് ബിയറിഷ് ചേഞ്ച് ഓഫ് കെയർട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ പ്രൈസ് ഞാൻ പറഞ്ഞത് 1 ഹവറിലൊക്കെ ഇപ്പോൾ ബിയറിഷ് ചേഞ്ച് ഓഫ് കെയർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പ്രൈസ് നല്ല രീതിയിൽ ബിയറിഷ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 1 ഹവറിൻ്റെ ഐഡിയം എടുത്തു, ഡിസിഷൻ എടുത്തു, പ്രൈസ് നല്ല രീതിയിൽ മൂവ് ചെയ്തു. നമ്മളിവിടെ ഒരു ഫ്ലിപ്പ് കിട്ടിയത് കൊണ്ടാണ് ഈ ലോ ബ്രേക്ക് ചെയ്യാഞ്ഞത്. 50 മിനിറ്റിൽ നമുക്കൊരു ഫ്ലിപ്പ് കിട്ടിയായിരുന്നു. അവിടെ നിന്നാണ് പ്രൈസ് കയറിപ്പോയത്. നമ്മളിപ്പോൾ വീക്കിലേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വീക്കിൻ്റെ ഹൈ ഒന്നും എടുത്തിട്ടില്ല. അതിന് ഡേയുടെ നോക്കണമെങ്കിൽ ഏകദേശം ഡേയുടെ ഹൈ എടുത്തിട്ടാണ് പ്രൈസ് താഴേക്ക് പോയത്. പക്ഷെ എന്നാലും ഡേയുടെ ഹൈ എടുത്ത് നല്ല രീതിയിൽ താഴേക്ക് പോയി. ഇനിയിപ്പോൾ ഈ ഒരു ക്യാൻഡിൽ വരുമ്പോൾ ഈ വിക്ക് മിറ്റിഗേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ 1 ഹവറിൻ്റെ സ്ട്രക്ചറിൽ എന്ത് സെറ്റപ്പ് തന്നെയാണെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് എടുക്കും. ഇവിടെ ബോഡി ബ്രേക്കാണ് ചെയ്തത്. പക്ഷേ നിങ്ങൾക്ക് വേറെയും POI ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ സെല്ലൊക്കെ എടുക്കാറുണ്ട്. ഞാൻ നോക്കിയിട്ട് ഇതൊന്നും നല്ലൊരു സെല്ലായിരുന്നു. എന്നാൽ ഇവിടെ നിന്ന് സെക്ഷൻ്റെ നോക്കി സെല്ലെടുത്ത ഒരുപാട് പേരുണ്ട്. ഞാൻ ട്രാവലിങ്ങിൻ്റെ ഇടയിൽ കുറച്ച് പേര് എനിക്ക് അയച്ചു തന്നു, ഇത് സെല്ലെടുത്ത് പ്രോഫിറ്റ് എടുത്തത്, ഇത് എടുക്കാമായിരുന്നോ എന്നും വെച്ച് പ്രോഫിറ്റ് എടുത്തിട്ട് അയച്ച ആൾക്കാരുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് ഡൗട്ട്. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് സെല്ലെടുക്കണമെങ്കിൽ ധൈര്യമായിട്ട് സെല്ലെടുക്കുക, ഒരു കുഴപ്പമില്ല. പിന്നെ ആ സെല്ലെടുത്ത ടൈമും വലിയ കുഴപ്പമില്ല. പക്ഷെ അവിടെ നിന്ന് നോക്കിയേ, ആ ഒരു ടൈമിങ്ങിൽ പ്രൈസ് മൂവ് ചെയ്തേക്കണം മൂവ്മെൻറ്റ് നോക്കി. അല്ലാതെ ഗോൾഡിനെ സംബന്ധിച്ച് ഇന്ന ടൈം ഇന്നതൊന്നും ഇല്ല. പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂഷൻ മൂവ് ചെയ്യിക്കാനാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മൂവ് ചെയ്യിക്കും. പിന്നെ ഇവിടെ നിന്ന് എന്തുകൊണ്ട് കയറിയില്ല, എന്തുകൊണ്ട് താഴേക്ക് വന്ന്, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മളൊരു ഷോപ്പ് വെക്കുന്നു, നമ്മുടെ കടയിൽ അധികം ആൾക്കാർ കയറുന്നില്ല. നേരത്തെ ഒരുപാട് പേര് കയറി ഇരുന്ന് വെച്ചതാണ്, ഇപ്പോൾ ആളുകൾ കുറവാണ്. എന്തുകൊണ്ടാണ് നമ്മളുടെ കടയിൽ ആൾക്കാർ വരാത്ത? നമ്മുടെ സാധനത്തിന് ഡിമാൻഡ് ഉണ്ട്, പക്ഷേ ആളുകൾക്ക് ആ ഒരു പ്രൈസിന് വാങ്ങാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആൾക്കാർക്ക് താല്പര്യമുള്ള എമൗണ്ടിലേക്ക് കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ ഫ്രണ്ടിലേക്ക് കണ്ടില്ലേ 30%, 50% ഡിസ്കൗണ്ട്. അപ്പോൾ ഡിസ്കൗണ്ടിലേക്ക് പ്രൈസ് കൊണ്ടുവരും. ഇവിടെ ആളുകൾ വാങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഡിസ്കൗണ്ടിലേക്ക് പ്രൈസ് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? ആളുകൾ വാങ്ങാൻ ആളുകളുണ്ടാവും. നോക്കിയേ, സംഭവിച്ചില്ലേ? ഇനിയും ആളുകൾ വാങ്ങുന്ന പ്രഷർ കുറവാണ്, നല്ല രീതിയിൽ വോളിയം വരാത്ത ബൈയിങ് നടക്കണമെങ്കിൽ വീണ്ടും പ്രൈസ് താഴേക്ക് വരും. അത് ഇന്ന പൊസിഷനിൽ നിന്ന് വേണമെന്നില്ല. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രൈസ് കയറിപ്പോകുന്ന 1 ഹവറിൻ്റെ സെറ്റപ്പിൽ ഈ നമ്മുടെ റീറ്റെയിലുകാരുടെ സെറ്റപ്പിലാണ് 380 നിന്നാണ് പ്രൈസ് മേളിലേക്ക് കയറിപ്പോയത്. അവരൊരു 480 വരെയൊക്കെ പ്രതീക്ഷിച്ചതാണ്. അവരും ഏകദേശം ഇവിടെയൊന്നും അല്ല, ഇതിന് മേളിലായിരിക്കും അവരുടെ TP വരുന്നത്. റീറ്റെയിൽ നമ്മുടെ ബാങ്കിൻ്റെ സ്ട്രാറ്റജിയാണ്. ബാങ്കുകാരൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പൊസിഷൻസാണ്. അവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷേ ഒരു അവരുടെ റെസിസ്റ്റൻസിലാണ് പ്രൈസ് ഒന്ന് ബ്രേക്ക് ചെയ്തത്. നമ്മൾ നോക്കുമ്പോൾ സെക്ഷൻ്റെ ട്രേഡ് ഉണ്ടായിരുന്നു, ഓക്കെ ഗുഡ്. പക്ഷേ എന്നാലും ഇതൊരു റീറ്റെയിൽ സെറ്റപ്പിലാണ് പ്രൈസ് പോയി ആ റീറ്റെയിൽ അവരുടെ ലിക്വിഡിറ്റി എടുത്ത് പ്രൈസ് ഇന്നിപ്പോൾ ഒരു സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. 360 എന്നുള്ളൊരു സപ്പോർട്ടിലാണ് പ്രൈസ് മേളിലേക്ക്. 380 മേളിൽ പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ട്. അവർ വീണ്ടും ബൈ ചെയ്യും. ഇതേ ബൈ അവർക്ക് കിട്ടുമെന്ന് അവർ വിചാരിക്കും. പ്രൈസ് മേളിലേക്ക് പോകും. മിക്കവാറും പ്രൈസ് ഈ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ പ്രൈസ് വീണ്ടും താഴേക്ക് വീഴാനുള്ള സാധ്യതയാണ് കൂടുതലല്ല. എങ്കിൽ നല്ലൊരു ബൈയിങ് പ്രഷർ ഉണ്ടെങ്കിൽ പ്രൈസ് മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് 50 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാലും പ്രൈസ് ഓൾറെഡി ബിയറിഷ് സെറ്റപ്പിൽ നിന്ന് ബുള്ളിഷിലേക്ക് മാറിയിട്ടുണ്ട്. ആ ഒരു മൂവ്മെൻറ്റാണ് ആ ഡിസ്കൗണ്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് വാങ്ങിച്ചു. ആ ഒരു മൂവ്മെൻറ്റാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ പരമാവധി ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചെയ്യുന്ന SMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മൂവ്മെൻറ്റ്, ICT ഇതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ കോഴ്സ്. ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ പിടിക്കാൻ നിന്നാൽ നമുക്ക് കംപ്ലീറ്റ് മൂവ്മെൻറ്റ് മനസ്സിലാവും. അതിലേറ്റവും ബെറ്റർ മൂവ്മെൻറ്റിൽ നമ്മൾ ട്രേഡ് എടുക്കുക. അല്ലാതെ ഡെയിലി ട്രേഡ് എടുക്കുക, നമുക്ക് ജോലി ചെയ്യുന്ന പോലെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇതിൻ്റെ മുമ്പിൽ ഇരുന്നുള്ള ട്രേഡിംഗ് ഇല്ല. നമ്മുടെ സെറ്റപ്പിൽ വരികയാണെങ്കിൽ ആ സമയത്ത് ട്രേഡ് ചെയ്യുക. നമ്മുടെ POയിൽ വരികയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഫ്രീ ആണെങ്കിൽ ട്രേഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡിങ്ങിലില്ല. അപ്പോൾ നമുക്ക് ഗോൾഡിൽ ഇതേ എനിക്ക് പറയാനുള്ളത്. പ്രൈസ് ഇനിയും ഡേയുടെ ഈ ഒരു ക്യാൻഡിൽ നിന്ന് പ്രൈസ് നല്ല രീതിയിൽ ഇറങ്ങാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഇവിടെ പ്രൈസ് വരാം. അപ്പോൾ നമുക്ക് മൺഡേ നോക്കിയിട്ട് ഞാൻ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ ബാക്കി അപ്ഡേഷൻ ഞാൻ കാര്യങ്ങൾ ഇടാം. മൺഡേ മാർക്കറ്റ് എന്തായാലും വാച്ച് ചെയ്തിട്ട് നമുക്ക് ട്യൂസ്ഡേ ഇറങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ കഴിഞ്ഞ മൺഡേ ഞാൻ എന്തായാലും ധൈര്യമായിട്ട് സെല്ലെടുത്തോളാം നമ്മൾ ബൈ എടുത്തോളാം നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ മാർക്കറ്റിൽ നമ്മൾ പറയുന്നത് മൺഡേ നോക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. മൺഡേ നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. നമുക്ക് നേരെ GBP/USDയിലേക്ക് വരാം. GBP/USDയിൽ നോക്കി കഴിയുമ്പോൾ മന്ത് നല്ല ബുള്ളിഷിലാണ്. മന്തിൻ്റെ നോക്കി കഴിയുമ്പോൾ ലാസ്റ്റിനാക്കി ഒരു ഇന്ത്യയിൽ നോക്കുമ്പോൾ ലാസ്റ്റിനാക്കിയ ലോ ഇതാണ്.
പ്രൈസ് ഇവിടെ വേറെ ഒന്നും തന്നിട്ടില്ല. നമ്മുടെ ഈ ഒരു പി യുയിലേക്ക് തന്നെ നമുക്ക് വീണ്ടും അഗെയിൻ സെല്ലെടുക്കാം. പക്ഷേ നമ്മൾ ഓൾറെഡി ഡേയുടെ ഒരു പി യുയിൽ നിന്നാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല 2 ആഴ്ചയായിട്ട് ആ പി യുയിൽ വന്നിട്ട് പ്രൈസ് നല്ലൊരു ബിയറിഷ് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഏകദേശം നമ്മുടെ 1-2 ടാർഗറ്റ് അടിച്ചു. ഏകദേശം ഒരു 3 ടാർഗറ്റ്, 4ാമത്തെ ടാർഗറ്റിലേക്ക് എത്തിക്കുന്നത്. തൊട്ട് താഴെയാണ് 4ാമത്തെ ടാർഗറ്റ് ഇരിക്കുന്നത്. എടുക്കണോ വേണ്ടതെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഓൾറെഡി നമുക്ക് ഡേയുടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കേട്ടോ, നല്ലൊരു ബിയറിഷ്. അപ്പോൾ നമ്മളിവിടെ ലോവർ ടൈം ഫ്രെയിമിൻ്റെ 1 അവർ 50 മിനിറ്റ് ഒക്കെ നോക്കിയിട്ട് ബൈ നോക്കിയിട്ട് ഒരു കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു റിയാക്ഷൻ കുറഞ്ഞ് ഇത് നല്ലൊരു സപ്പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നീട് സെല്ലിലേക്കുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റുള്ളൂ. നമുക്ക് 4 അവറിലേക്ക് വരാം. 4 അവറിലേക്ക് വന്നു കഴിഞ്ഞാലും 4 അവറിൽ പ്രൈസ് ഓൾറെഡി ഇപ്പോഴും ബുള്ളിഷാണ്. ഈ ഒരു പി ഒ ആണ് ഞാൻ മെയിൻ ടാർഗറ്റ് വെച്ചേക്കുന്നത്. ഇതിന് ശേഷം നിങ്ങൾക്ക് ബൈയും സെല്ലും നോക്കാം. ഇത്രയും വരെ ഞാൻ പരമാവധി സെല്ല് നോക്കാനാണ് നിങ്ങളോട് പറഞ്ഞത്. ഇതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബൈയും സെല്ലും ധൈര്യമായിട്ട് നോക്കേണ്ട. ഇവിടെ നല്ലൊരു ട്രേഡ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളി ട്രേഡായിരുന്നു. അപ്പോൾ ബൈയും സെല്ലും നോക്കാം. ഈ ഒരു പൊസിഷന് ശേഷം ബൈ നോക്കുക. പ്രൈസ് ഒറ്റയടിക്ക് കയറണമെന്നില്ല. ഫസ്റ്റ് റിയാക്ഷൻ ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്തിട്ട് സെല്ല് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. 1 അവറിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ഓൾറെഡി ബിയറി സ്ട്രക്ചറിലാണ്. ഐഡിയം എടുത്തു, പ്രൈസ് എക്സ്ട്രീമിൽ വന്നിട്ടാണ് പ്രൈസ് നല്ലൊരു സെല്ലായിരുന്നു. നമ്മൾ 1 അവറിൻ്റെ 4 അവറിൻ്റെ ഇന്റേണലിൽ നമ്മൾ സ്പോട്ട് ചെയ്ത് അതേ പൊസിഷനിൽ തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 50 മിനിറ്റിലേക്ക് വരാം. 50 മിനിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതേ ബിയറി ട്രെൻഡ് തന്നെ നമ്മളവിടെ കാണുന്നത്. അപ്പോൾ പരമാവധി ബിയർസിലേക്ക് കിട്ടുന്ന എപ്പോഴും ആളുകളുടെ പ്രോബ്ലം എന്താണെന്നറിയാം. ഇപ്പം ഞാൻ ഇതാണ് ടാർഗറ്റ് ചെയ്തേക്കണമെങ്കിൽ ആളുകളെല്ലാവരും ഇത് തന്നെ ടാർഗറ്റ് ചെയ്യും. അത് എവിടെ നിന്നാണ് എടുക്കണത്, ഞാൻ ഇവിടെ നിന്നാണ് എടുത്തേക്കണമെങ്കിൽ പല ആൾക്കാർ ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് ടാർഗറ്റ് ചെയ്യും. അതാണ് നിങ്ങളുടെ പ്രോബ്ലം. നിങ്ങൾ ഇവിടെ നിന്ന് എന്ത് പി ഒയിൽ നിന്നാണോ ട്രേഡ് ചെയ്യണം ആ പി ഒയുടെ ടാർഗറ്റ് തന്നെ സെറ്റ് ചെയ്യുക. സെക്ഷൻ ആണെങ്കിൽ സെക്ഷൻ്റെ ടാർഗറ്റ് ചെയ്യുക, ഡേ ആണെങ്കിൽ ഡേയുടെ ടാർഗറ്റ് ചെയ്യുക, 1 അവർ ആണെങ്കിൽ 1 അവറിൻ്റെ ടാർഗറ്റ് ചെയ്യുക, 50 മിനിറ്റ്. അല്ലാതെ ഇവിടെ നിന്ന് എടുക്കേണ്ട ട്രേഡിൻ്റെ ടാർഗറ്റ് കൊണ്ടേ ഇതാണെന്ന് അനുസരിച്ച് ഇവിടെ നിന്ന് എടുത്ത പല ട്രേഡുകളും ഇവിടെ കൊണ്ടേ വെക്കരുത്. നിങ്ങൾ ഈ 1:5 1:6 ഒക്കെ നിങ്ങൾ ഒരു റൗണ്ട് ആക്കാനൊന്നും നിൽക്കരുത്. കറക്റ്റ് ടാർഗറ്റ് തന്നെ സെറ്റ് ചെയ്യാൻ നോക്കുക. ഓസ്ട്രേലിയൻ ഡോളർ പറയാനില്ല, അടിപൊളി മൂവ്മെൻ്റാണ് നമ്മുടെ അടുത്ത സെല്ലിലേക്ക് വന്നത്. ഒരുപാട് പേര് വളരെ സിമ്പിളായിട്ട് എടുത്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഒരു മൂവ്മെൻറ്റാണ്. മന്തിൻ്റെ നോക്കണമെങ്കിൽ പ്രൈസ് ഓൾറെഡി ബിയറിഷ് മൂവ്മെൻറ്റാണ്. എന്തുകൊണ്ടാണ് ബിയറിഷ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. വീക്കിൻ്റെ ഒരു ഇൻറ്റേണൽ, ഡേയുടെ ഒരു ഇൻറ്റേണൽ, ഓക്കെ, നല്ല മൂവ്മെൻറ്റിൽ ഇവിടെ നിന്ന് കയറി ഇതുപോലെയാണ് പ്രൈസ് മൂവ് ചെയ്തേക്കുന്നത്. പ്രൈസ് ഇനിയും നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് തരാം. നമ്മൾ ഓൾറെഡി അതിൻ്റെ പ്രോഫിറ്റൊക്കെ കഴിഞ്ഞ് ഏറ്റവും വലിയ ട്രേഡായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് കിട്ടേണ്ട ഒരു പ്രോഫിറ്റാണ് നമുക്കൊരു 1 മന്ത് കൊണ്ട് കിട്ടിയത്. $200 മൂവ് ചെയ്യാന്ന്, 200 പിപ്പൊക്കെ മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ നിസ്സാര കേസല്ല. നോക്കിയാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡേയുടെ ഇത് കാണുമ്പോൾ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. നമ്മളെടുത്ത ആ പൊസിഷനിൽ നിന്ന് പിന്നെ ഒരു ബിയറിഷ് ക്യാൻഡിൽ കാണുന്നത് ഈ ഫ്രൈഡേ 2 ആഴ്ചയ്ക്ക് ശേഷമാണ് കാണുന്നത് അല്ലേ. നമുക്ക് പ്രൈസ് ഇനിയും ബിയറിഷിലേക്ക് പോകാനുള്ള, ഇനി പ്രൈസ് ഒന്ന് റെസിസ്റ്റൻസ് എടുക്കാനുള്ള ഒരു ടൈം ആയിട്ടുണ്ട്. പ്രൈസ് ഇവിടെ നിന്ന് ഓൾറെഡി റെസിസ്റ്റൻസ് എടുക്കേണ്ടത്. ചിലപ്പോൾ ഒന്ന് പ്രൈസും പോരും. നിങ്ങൾക്ക് നല്ലൊരു സെല്ല് കിട്ടണമെങ്കിൽ വീണ്ടും ഒരു സെല്ല് എടുക്കാം. നിങ്ങൾക്ക് ബൈയും കിട്ടണമെങ്കിൽ എടുക്കാം. ഇനി ഒറ്റയടിക്ക് സെല്ലിലേക്ക് മാത്രം പോകാനുള്ള സാധ്യതയില്ല. നമുക്ക് 1 അവറിൻ്റെ സെറ്റപ്പിലേക്ക് വരാം. 1 അവറിൻ്റെ സെറ്റപ്പിൽ ഓൾറെഡി പ്രൈസ് അതുകൊണ്ട് ഇവിടെയൊക്കെ പ്രൈസ് ലാസ്റ്റ് ബ്രേക്ക് സ്ട്രക്ചർ വന്നിട്ട് പിന്നെ പ്രൈസ് ഒരു ഐഡിയം പോലും എടുത്തിട്ടില്ല. ഐഡിയം എടുത്തിരിക്കുന്നത് ഇത് ഇൻസൈഡാണ്. ഇവിടെ നിന്ന് ഐഡിയം എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് വരുന്ന ഐഡിയം ഒക്കെ മേളിലാണ്. നമുക്ക് 50 മിനിറ്റിലും പ്രൈസ് ബിയർഷിലേക്ക് തന്നെ, അല്ല ബിയർഷിലേക്കാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 50 മിനിറ്റ് സ്ട്രക്ചറൊക്കെ നോക്കിയ പ്രൈസ് നല്ല രീതിയിൽ, അപ്പോൾ ഇഷ്ടംപോലെ പേര് ഇങ്ങനെ തന്നെ മൂവ് ചെയ്തതുകൊണ്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് ഒരുപാട് പേര് പാവങ്ങൾ ബൈ എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ വീഡിയോ കാണുന്നത്, എൻ്റെ കോഴ്സ് എടുക്കാത്ത ആൾക്കാർ വീഡിയോ കാണുന്നത്, നിങ്ങളുടെ സെറ്റപ്പ് ബൈയിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സെല്ല് പൊസിഷൻ പറയണേ, നിങ്ങൾ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ആ ബൈയിലേക്ക് പോകാതിരിക്കുക. നിങ്ങൾ ലാഭം ഉണ്ടാക്കാനല്ല ചിന്തിക്കണം, കിട്ടിയ ലാഭം കളയാതെ നോക്കുക. അല്ലാതെ ക്യാപിറ്റൽ, ചില ആൾക്കാരുടെ വിചാരമുണ്ട് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയെന്ന്. ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് എന്ത് കാര്യം ഇരിക്കണേന്ന്. നമുക്ക് ആ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യണതിന് എന്തെങ്കിലും കാശ് നമുക്ക് ബ്രോക്കർ തരുമോ അല്ലെങ്കിൽ ഫണ്ടഡ് ഫേംസ് തരുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ പ്രോഫിറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുക. ഒരു തെറ്റായൊരു ഇൻഫർമേഷനാണത്. നിങ്ങൾ പ്രോഫിറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് യൂറോസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ പ്രൈസ് ബുള്ളിഷാണ്. യൂറോസ്റ്റി മറ്റുള്ള രണ്ടുള്ള കറൻസിനെ പോലെയല്ല, ഓൾറെഡി ബുള്ളിഷാണ്. പക്ഷേ വീക്ക് നോക്കണമെങ്കിൽ ഓൾറെഡി ബിയറിഷാണ്. കഴിഞ്ഞ 2-3 ആഴ്ച നല്ല ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചൊരു പൊസിഷനിലേക്ക് യൂറോസ്റ്റി വന്നില്ല. നമുക്ക് ഡേയിലേക്ക് നോക്കാം. ഡേയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഹൈ ബോഡി ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇനി പ്രൈസ് ഇങ്ങോട്ട് ലോയിലേക്ക് പോകണമെന്നില്ല കേട്ടോ. പ്രൈസ് വീണ്ടും ഹൈയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് 4 അവറിലേക്ക് വരുമ്പോൾ 4 അവറിൻ്റെ OB അവിടെ ഫെയിലായിട്ടുണ്ട്. പക്ഷേ എക്സ്ട്രീം
OB അവിടെ വന്നിട്ടില്ല, പ്രൈസ് ഇനിയും ചിലപ്പോൾ ഇതിൽ വന്നിട്ട് പ്രൈസ് മൂവ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പൊസിഷൻ നിങ്ങൾ മാർക്ക് ചെയ്തിടുക. നിങ്ങൾക്ക് ഇതിൽ ബൈയും സെല്ലും നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ 1 അവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1 അവറിൻ്റെ സെറ്റപ്പിലാണെങ്കിലും പ്രൈസ് ബുള്ളിഷിലായിരുന്നു. ഇവിടെ ബിയറിഷ് ചേഞ്ച് ഓഫ് കാർട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും പ്രൈസ് ഐഡിയയും തന്നിട്ടുണ്ട്. ഐഡിയ തന്നിട്ട് അടുത്തൊരു ബ്രേക്ക് പ്രഷർ തന്നിട്ടില്ല. ബ്രേക്ക് പ്രഷർ തന്നെയാണെങ്കിൽ വീണ്ടും അഗെയിൻ നിങ്ങൾക്ക് ബൈയും ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് ഒരു സെല്ല് കിട്ടുകയും സെല്ലും ചെയ്യാം. അപ്പോൾ ഇത്രയും ഉള്ളു. അപ്പോൾ ഇനി അടുത്ത വീക്കും എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.